ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ മക്കളെ പഠിച്ച് തുടങ്ങിക്കോ. SSC CGL നോട്ടിഫിക്കേഷൻ അങ്ങനെ ഔട്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് മാർച്ചിലായിരുന്നെങ്കിലും 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും മെയ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ നടന്നിരിക്കും. അങ്ങനെ ഡിലേ ആക്കിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്തോ. ഇനി ഡിലേ ആക്കിയ ആളുകളും കണ്ടിന്യൂ തുടങ്ങിക്കോ. 3 മാസം കാരണം പരീക്ഷ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലത്തെ നമ്മൾ വിചാരിച്ച മാറ്റങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തോട്ട് ചില മാറ്റങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഓവറോൾ ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഡീപ്പായിട്ട് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ പഠിച്ച് പോകാന്നല്ല, ഓവറോൾ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ചെറിയ വീഡിയോ ആണ്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഓടിച്ച് നോക്കാം. ഒന്ന്, നമ്മുടെ CGL 2026 പരീക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ 21 അതിൻ്റെ ഡേറ്റ് കേട്ടോ. 21 മുതൽ ജൂൺ 22 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. SSCയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പണ്ടത്തെ പോലെയല്ല, നമ്മുടെ വൺ ടൈം ഇപ്പോൾ പുതിയ ആൾക്കാരുടെ ഞാൻ പറയുന്നത് പുതിയ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, കയറിയിട്ട് ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ. വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കാം. ലാസ്റ്റ് ഡേറ്റ് 22-ാം തീയതി രാത്രി 11 മണി വരെയാണ്. ലാസ്റ്റ് ഡേറ്റിലോട്ട് നിൽക്കരുത് കേട്ടോ. ആരും അവസാന ഡേറ്റിലോട്ട് CGL അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. എന്നാൽ ഇപ്പം തന്നെ ചാടി കയറി ചെയ്യാൻ വേണ്ട. ഒരു 2-3 ഡേയ്സ് 4 ഡേയ്സ് 5 ഡേയ്സ് ഒക്കെ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പതുക്കെ അറിയാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് പതുക്കെ ചെയ്താൽ മതി എന്ന അവസാനത്തോട്ട് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെന്താ, വിൻഡോ കറക്ഷന് പിന്നെ 29 തീയതി മുതൽ 1 തീയതി വരെ നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവും. എക്സാം എന്ന് നടക്കുമെന്ന് ചോദിക്കുന്ന ആളുകളോട് എക്സാം നടക്കുമെന്ന് പറയുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓഗസ്റ്റ് സെപ്റ്റംബർ കേട്ടോ. അപ്പോൾ ജൂൺ 22 വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്. പിന്നെ ജൂലൈ ഓഗസ്റ്റ് എന്തായാലും 2 മാസം എടുക്കട്ടോ. അപ്പോൾ ഓഗസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊന്നും എന്തായാലും പ്രതീക്ഷിക്കേണ്ട. ഓഗസ്റ്റ് സെക്കൻഡ് ഹാഫിലും സെപ്റ്റംബർ ഫസ്റ്റ് ഹാഫിലുമായിട്ട് മാക്സിമം നിങ്ങൾ പ്രതീക്ഷ. എന്തായാലും ഓഗസ്റ്റ് 15-ന് ശേഷം പരീക്ഷ നടക്കുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ Tier 2 പരീക്ഷ ഡിസംബർ, ഏകദേശം കഴിഞ്ഞ വർഷത്തെ അതേ ഡേറ്റിലോട്ട് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജനുവരിയിലായിരുന്നു Tier 2, പ്രാവശ്യം ഡിസംബറിലാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം ഇത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 2 വർഷമായിട്ട് എന്താ പറയുക, റിക്രൂട്ട്മെന്റ് ഇല്ലാത്ത അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകൾ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. ലെവൽ 8 പോസ്റ്റുകൾ, ഒരു ഒറ്റ പോസ്റ്റ്, ഈ 3 പോസ്റ്റേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് വീണ്ടും 2023 ശേഷം തിരിച്ച് വന്നിട്ടുണ്ട്. അതായത് ഗസ്റ്റഡ് റാങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗസ്റ്റഡ് റാങ്കിലെ ലെവൽ 8 47,600 ഗ്രേഡ് പേ ഉള്ള സ്റ്റാർട്ടിങ്ങിലെ ഗസ്റ്റഡ് റാങ്ക് വഴി കയറാൻ പറ്റുന്ന പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതാണ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ. അതിന് 1500 അടുത്ത് വേക്കൻസി, 3 കൂടി 1500 അടുത്ത് വേക്കൻസി ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, ഗ്രൂപ്പ് ബി ഗസ്റ്റഡ് ആണ് കേട്ടോ. ബാക്കി നോക്കി ഇവിടെ ഒക്കെ നോക്കിയാണെങ്കിൽ ഗ്രൂപ്പ് ബി നോൺ ഗസ്റ്റഡ് ആണ്, പക്ഷേ ഇതെല്ലാം ഗ്രൂപ്പ് ബി ഗസ്റ്റഡ് ആണ്. പിന്നെ നോക്കിയാൽ പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ നമുക്കറിയാം, നമുക്ക് ഒരുപാട് പോസ്റ്റുകളുണ്ട്. അസിസ്റ്റന്റ് ഓഫീസർ, സെക്ഷൻ ഓഫീസർ ഉണ്ട്. പിന്നെ ഏതാ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, പ്രിവെന്റീവ് ഓഫീസർ, എക്സാമിനർ, സബ് ഇൻസ്പെക്ടർ, CBI, ED-ലെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതിൽ പോസ്റ്റുകളാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. പിന്നെ വേറെ എന്താ മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറയാൻ, നമ്മളെല്ലാവരും ഒരു മിനിറ്റ് താഴോട്ട് എന്താണ്, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. നമ്മൾ ഏജ് ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞാൽ ഏജ് ക്രൈറ്റീരിയ പ്രാവശ്യവും എന്താണ്, ഓഗസ്റ്റ് 1 തന്നെയാണ് കേട്ടോ. കാരണം സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് ഓഗസ്റ്റ് 1 തന്നെയാണ് പരീക്ഷ. അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ വർഷം ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കണ്ടെങ്കിൽ പറയാനുള്ളത് ഓഗസ്റ്റ് 1 കേട്ടോ. ഇത് ഇത് ഏജ് ലിമിറ്റ് ആണ്. അതായത് ഈ പറഞ്ഞ ഓഗസ്റ്റ്, ഇപ്പോൾ ഏജ് ലിമിറ്റ് കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്. ഇവിടെയാണോ? ഓക്കെ, അതായത് 27 പല കാറ്റഗറി പോസ്റ്റുകളാണ്, 18 to 27 വയസ്സ് വരെ. അത് നിങ്ങൾ ഏജ് നോക്കേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഈ വർഷം ഓഗസ്റ്റ് 1-ന് മുമ്പ് ഈ പറഞ്ഞ ഡേറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ അല്ല. ഓഗസ്റ്റ് 1-ന് ശേഷമാണ് നിങ്ങളത് കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ, അതായത് ഓഗസ്റ്റ് ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഓൾറെഡി 30 വയസ്സ് തികഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 18 to 30 വരെയുള്ള പോസ്റ്റ് എഴുതാൻ പറ്റില്ല. 27 കാറ്റഗറികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് മുമ്പ് നിങ്ങൾ തികയാണെങ്കിൽ എഴുതാൻ പറ്റില്ല. അതിൽ പിന്നെ സംശയത്തിൻ്റെ ഇതൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി, റിമാർക്സ് നോക്കിയേ. ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ ഉള്ളിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ ഈ പറയുന്ന കാറ്റഗറി പോസ്റ്റുകൾക്ക് എലിജിബിൾ ആണ്. അതായത് 18 to 27 വരെ കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറി എന്താണെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റുകളുടെ സൈഡിൽ നോക്കിയാൽ മതി. പിന്നെ 20 to 30 കാറ്റഗറി ആണെങ്കിൽ ഈ പറഞ്ഞ 2 ഡേറ്റ്, അതിൽ സംശയത്തിൻ്റെ ആവശ്യമില്ല. ചില കുട്ടികൾ വീണ്ടും ചോദിക്കും, സാറേ ഞാൻ എലിജിബിൾ ആണോ? നിങ്ങൾ ജസ്റ്റ് ഇത്ര നോക്കിയാൽ മതി. ഈ പറഞ്ഞ 2 ഡേറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറി 18 to 27 കാറ്റഗറി പോസ്റ്റ് നിങ്ങൾ എലിജിബിൾ ആണ്. ഈ പറഞ്ഞ 2 ഡേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ 20-30 വരെയുള്ള കാറ്റഗറി പോസ്റ്റുകൾക്ക് നിങ്ങൾ എലിജിബിൾ ആണ്. പിന്നെ ചില OBC SC ST കാറ്റഗറികൾക്കായിരിക്കും പ്രശ്നം. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, OBC ആകുമ്പോൾ ഒരു 3 വർഷം എക്സ്ട്രാ ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് ഈ 99 എന്താവും, 96 ആവും. ഇവിടെ 96 എന്താവും, 93 ആവും. ഇനി SC ST ആണെങ്കിൽ ഈ 99 94 ആവും, 96 91 ആകും. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അതുപോലെ താഴെ ഈ പോസ്റ്റുകളിലൊക്കെ നിങ്ങൾ നോക്കുക. വേറെ ഇതൊക്കെ SC ST 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBCക്ക് 3 വർഷം, പിന്നെ PWBD 10 വർഷം. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നോട്ടിഫിക്കേഷനിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഞാൻ കൂടുതൽ സമയം പറയുന്നില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്താടാ, ഇതൊക്കെ നമ്മൾ ഇവിടെ പോട്ടെ. ബാക്കി എന്താ ഓക്കെ. പിന്നെ മെയിനായിട്ട് ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. അതെവിടെയാണ്, ഒരു മിനിറ്റ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നാൽ പൂർത്തിയാക്കാൻ പോയത് പറ്റാത്തൊരു കാര്യമാണ്. അതായത് ഈ വർഷം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ വർഷം പരീക്ഷ CGL എഴുതാൻ പറ്റുമോ, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 1
ഈ ഓഗസ്റ്റ് 1 മുമ്പ് നിങ്ങളുടെ ഡിഗ്രി ഫൈനൽ ഇയർ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പല ആൾക്കാർ സർട്ടിഫിക്കറ്റ് കൈ കിട്ടണമെന്നൊക്കെ സംശയമുള്ള ആൾ, അങ്ങനെയൊന്നുമില്ല. ഓഗസ്റ്റ് 1 മുമ്പ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ പബ്ലിഷ് ചെയ്യാത്ത നിങ്ങൾ എലിജിബിൾ ആയി. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അത് യൂണിവേഴ്സിറ്റിൻ്റെ കാലതാമസം കാര്യങ്ങളാണ്. പക്ഷേ ഓഗസ്റ്റ് 1 മുമ്പ് നിങ്ങളുടെ ഡിഗ്രി ഫൈനൽ ഇയർ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റിലൊക്കെ നിങ്ങൾ എലിജിബിൾ ആയിട്ടോ. അപ്പോൾ ഈ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ്, ബാക്കിയൊക്കെ നമുക്ക് അറിയാം. CGL ഒക്കെ നമ്മൾ ഓൾറെഡി അറിയാം, ഡിഗ്രിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷനിൽ ആളുകൾ സംശയം എടുക്കേണ്ട. അവർക്കും എന്ത് തന്നെയാണ് എസെൻഷ്യൽ ഡിഗ്രി, ഏതെങ്കിലും ഡിഗ്രി കേട്ടോ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ക്വാളിഫിക്കേഷൻ പറ്റുമെന്ന് പറയുന്നില്ല. നമ്മുടെ സാധാ ബാക്കിയുള്ള പോസ്റ്റുകൾക്കുള്ള ക്വാളിഫിക്കേഷൻ തന്നെ എന്തിനും മതി, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിനും അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറിനും മതി കേട്ടോ. ഓക്കെ, ബാച്ചിലർ ഡിഗ്രി. പിന്നെ ഈ ഒരു പോസ്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട് പ്രൊഫഷൻസി ഇൻ ദ റീജിയണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ്. നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണോ അതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജും കൂടെ നിങ്ങൾക്ക് അറിയണം എന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ അതാ, പിന്നെ ബാക്കിയുള്ളതെല്ലാം നോക്കിയേ, ബാക്കിയുള്ള ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO പോസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള പറയുന്നുണ്ട്. നോക്കിയേ, ഈ 2 ക്രൈറ്റീരിയ, ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, +2 മാത്സിന് 60% മാർക്ക് വേണം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് as one of the subject. സ്റ്റാറ്റിസ്റ്റിക്സ് ആ സബ്ജക്റ്റിൽ അല്ല ആ ഡിഗ്രിയിൽ ഒരു പേപ്പറെങ്കിലും ആയിട്ട് നിങ്ങൾ പഠിക്കണം, അത്ര മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആണെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ സെപ്പറേറ്റ് ആണ്. നോക്കിയേ, അതിനെങ്ങനെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഡിഗ്രി നോക്കിയേ, ബാച്ചിലർ ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ഡെമോഗ്രഫി, പോപ്പുലേഷൻ സ്റ്റഡീസ്, ഓപ്പറേഷൻ റിസർച്ച്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇത്രയും പോസ്റ്റുകൾ, ഇത്രയും ഡിഗ്രിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് എന്ത് മതി, ഡിഗ്രി മാത്രം മതി. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ ഹൗ ടു അപ്ലൈ, അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് വേറെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിയേ, മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്കൊന്ന്, ഓക്കെ, ഇതൊന്നും ഞാൻ പറയുന്നില്ല. എവിടെയാടാ, എക്സാം സെൻറ്ററിനെ പറ്റിയാണ് നമ്മുടെ കേരളത്തിൽ എവിടേക്ക് എക്സാം സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. നോക്കിയേ, 9-2 സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ കേരളമാണ്. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ സെൻറ്റേഴ്സാണ് കേട്ടോ. എവിടെയാണ് നമ്മളെ എക്സാം സ്കീം ഓഫ് എക്സാമിനേഷൻ, അതിലൊന്നും മാറ്റമില്ല. Tier 1, Tier 2 നമ്മുടെ 2022 ശേഷം നടക്കുന്ന അതേ സ്കീം തന്നെയാണ്. Tier 1 പരീക്ഷയുണ്ട്, Tier 2 പരീക്ഷയുണ്ട്. പക്ഷേ മാറ്റം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത സാധനം തന്നെയാണ്. എവിടെയാ മാറ്റം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തതാ, ഇവിടെയാണ് മാറ്റം വരുന്നത്. നോക്കിയടാ, Tier 1 സ്കീമാണ്. നമ്മൾ നോക്കിയ പാറ്റേൺ ഒന്നും വ്യത്യാസമില്ല. റീസണിങ്, GK, QA, ഇംഗ്ലീഷ്, 25 ക്വസ്റ്റ്യൻ, 50 മാർക്ക്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച സാധനം വന്നിട്ടുണ്ട്, വിത്ത് സെക്ഷണൽ ടൈമർ ഓഫ് 15 minutes ഫോർ ഈച്ച് സബ്ജക്റ്റ്. അതായത് ഓരോ സബ്ജക്റ്റിനും ഇനി 15 മിനിറ്റ് ആയിരിക്കും. ഇത്രയും കാലം നമുക്ക് 1 മണിക്കൂർ 100 ചോദ്യം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ആദ്യം ചെയ്യാം, ഏത് സബ്ജക്റ്റ് അവസാനം ചെയ്യാം. നമുക്ക് മാത്സിനൊക്കെ ഒരുപാട് സമയം വേണമെങ്കിൽ അത് GK, ഇംഗ്ലീഷൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇനി എന്തേ പറ്റുള്ളൂ, റീസണിങ് 25 ക്വസ്റ്റ്യൻ 15 മിനിറ്റ്, GK 25 ക്വസ്റ്റ്യൻ 15 മിനിറ്റ്, QA 25 ക്വസ്റ്റ്യൻ 15 മിനിറ്റ്, ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ 15 മിനിറ്റ്. ഇതാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നോക്കിയേ, ഈ സ്ക്രൈബൊക്കെ വേണ്ട ആളുകൾക്ക് എക്സ്ട്രാ ഒരു 5 മിനിറ്റും കൂടെ കിട്ടും. അതായത് ടോട്ടൽ 80 മിനിറ്റ്സ് ആണ്, പക്ഷേ ഓരോന്നിനും 15 പകരം 20 മിനിറ്റ് കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണത്. ഇത് മാത്രമല്ല, ഒരു മാറ്റം കൂടെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ഒരു മാറ്റം കൂടി, നമ്മളെല്ലാവരും Tier 1 സെക്ഷൻ ടൈമിംഗ് വരുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു മാറ്റം കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി, Tier 2 ആ സെക്ഷണൽ ടൈമിംഗ് വന്നിട്ടുണ്ട്. Tier 2 ഓൾറെഡി സെക്ഷൻ 1, സെക്ഷൻ 2 ആയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വീണ്ടും സെക്ഷൻ ടൈമിംഗ്. നോക്കിയടാ, സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാത്സും റീസണിങ്ങും മാത്രമുള്ളതാണ്. അതിലും 1 മണിക്കൂർ പരീക്ഷയിൽ 30 മിനിറ്റ് മാത്സിനും 30 മിനിറ്റ് റീസണിങ്ങിനുമാണ്. അപ്പോൾ 60 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 30 മിനിറ്റ് മാത്സ്, 30 മിനിറ്റ് റീസണിങ്. അല്ലാതെ നമ്മൾ റീസണിങ് പെട്ടെന്ന് ചെയ്തിട്ട് സമയം എടുത്തിട്ട് മാത്സിന് കൊടുക്കുന്ന പരിപാടി നടക്കില്ല. 30. അത് മാത്രമല്ല, സെക്ഷൻ 2 വന്നിട്ടുണ്ട് സെക്ഷൻ ടൈം. നോക്കടാ, ഇതെവിടെയാണ്, സെക്ഷൻ 2 വരുമ്പോൾ, സെക്ഷൻ 2 നമുക്കറിയാം ഇംഗ്ലീഷും GK ആണ്. അവിടെയും 1 മണിക്കൂറാണ്. പക്ഷേ ആ 1 മണിക്കൂർ നമുക്ക് തോന്നിയ പോലെ എടുക്കാൻ പറ്റില്ല. എവിടെയാണ് 40 മിനിറ്റ് ഇംഗ്ലീഷിനും 20 മിനിറ്റ് GK. അവിടെ പിന്നെ നമുക്ക് വലിയ പ്രശ്നം വരില്ല കേട്ടോ. 40 മിനിറ്റ് ഇംഗ്ലീഷിന് ധാരാളമാണ്, 20 മിനിറ്റ് GKക്കും ധാരാളമാണ്. ഇവിടെ സെക്ഷൻ ടൈമിംഗ് നമുക്ക് വലിയ പ്രശ്നം വരില്ല. പക്ഷേ സെക്ഷൻ 1 അതുപോലെ തന്നെ Tier 1 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, ഇത് കണ്ടിട്ട് പേടിക്കാനല്ല നമ്മൾ നിൽക്കേണ്ടത് കേട്ടോ. അതായത് അയ്യോ സെക്ഷൻ ടൈമിംഗ് വന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. അതായത് സെക്ഷൻ ടൈമിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല എഫക്റ്റ് ആവുന്ന, എല്ലാവർക്കും ആ പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച്. അപ്പോൾ മാത്സ് ഒക്കെയാണ് പ്രശ്നം വരുന്നതെങ്കിൽ മാത്സിൻ്റെ കാൽക്കുലേഷൻ സ്പീഡൊക്കെ എത്രയും കാലം നിങ്ങളോട് പറയാറുണ്ടായിരുന്നു, കാൽക്കുലേഷൻ സ്പീഡ് കൂട്ട്. അപ്പോഴൊക്കെ നിങ്ങൾ ഈ കൺസെപ്റ്റ് ഇങ്ങനെ ഒരുപാട് പഠിച്ചതിന് പിന്നാലെ പോയി. പക്ഷേ സ്പീഡ് കൂട്ടാൻ വേണ്ടി ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇനി ആ പരിപാടി കാണിച്ചാൽ നടക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഇനി ആ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടിയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അത് Tier 1 ബുദ്ധിമുട്ടാവും, Tier 2 ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. പിന്നെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ട് ഈ വേക്കൻസിനെ പറ്റി പറയുന്നുണ്ട്. 12,200 വേക്കൻസിയാണ് ഇപ്രാവശ്യം ഉള്ളത്. കുറവാണെന്ന് വിചാരിക്കേണ്ട. കഴിഞ്ഞ പ്രാവശ്യം 2 വേക്കൻസി കമ്പയർ ചെയ്യുമ്പോൾ 1,000-2,000 വേക്കൻസി കുറവുണ്ടെങ്കിലും
പഴയ SSC 2018, 19, 20, 21 ആ കാലഘട്ടത്തെ SSC നോക്കുമ്പോൾ ഈ വേക്കൻസി ഒക്കെ എന്താണ് കൂടുതൽ കേട്ടോ. നമ്മളൊക്കെ എഴുതുന്ന സമയത്ത് 8,000, 9,000, 9,000 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. പ്രാവശ്യം 12,000 ഉണ്ട്. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള വേക്കൻസി ആയിരിക്കില്ല, അത് ചിലപ്പോൾ അവസാനത്തുമ്പോഴേക്കും ഇനി കൂടും കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം എന്ന് പറയാനുള്ളത്. സെക്ഷണൽ ടൈമിംഗ് SSC ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓൾറെഡി എല്ലാ എക്സാമിനും ഉണ്ട്, CGL എക്സാമിനും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇനി CHSL ഉണ്ടാവും, MTS ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒരു സംശയം വേണ്ട, CGL വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ പരീക്ഷയ്ക്കും അത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച Tier 1 SSC ഒന്നും കൂടെ അപ്പുറം കടന്ന് Tier 2 പോലും സെക്ഷൻ ടൈമിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കാനല്ല, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. പരീക്ഷ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ്. നിങ്ങൾക്ക് ഒരു 3 മാസം സമയമുണ്ട്. ഈ 3 മാസം നിങ്ങൾ മാത്സിനെ കുറിച്ച് വീക്കാണ്. കാൽക്കുലേഷൻ സ്പീഡിൻ്റെ മുകളിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തോ കേട്ടോ. കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ ഡെയിലി കാൽക്കുലേഷൻ ഡ്രിൽ ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് ചെയ്തോ. അതിലൊരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കില്ല. കൺസെപ്റ്റ് ഒരുപാട് മാത്സിൻ്റെ ഒരുപാട് ഇക്വേഷൻ കൺസെപ്റ്റും കാര്യങ്ങളും പഠിച്ചു പോകുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, കാൽക്കുലേഷനും കൂടെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരു സംശയം വേണ്ട, നിങ്ങൾ അതിൽ കഷ്ടപ്പെടും കേട്ടോ. ഒരു സംശയം വേണ്ട. കാരണം കൺസെപ്റ്റ് മാത്രം, കാരണം 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത്രയും നല്ല കാൽക്കുലേഷൻ സ്പീഡ് നിങ്ങൾക്ക് വേണം. ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെങ്കിലും അത് ചെയ്ത ആൻസറിലേക്ക് എത്താൻ നിങ്ങൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക എന്നുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റൻ കുറച്ച് ടഫ് ആണെങ്കിൽ ഒരു മനുഷ്യനും 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റൻ ചെയ്യാൻ പോകുന്നില്ല. അത് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനത് നാളെ മറ്റന്നാളായിട്ട് സെക്ഷൻ ടൈമിംഗ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ടോപ്പിക്കിന് ശ്രദ്ധിക്കേണ്ടത് വീഡിയോ എന്ത് ചെയ്യുക, നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷനിൽ വന്ന കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സെക്ഷൻ 1 മാത്രമല്ല, സെക്ഷൻ 2 എന്ത് വന്നിട്ടുണ്ട്, ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റം എന്താ, പിന്നെ അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സംഭവിച്ചത് നമുക്കറിയാം. എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാവരും കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുക. പിന്നെന്താ, ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്, നമ്മുടെ ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. ഇതാ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്, നമുക്കറിയായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് JSO അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റ് വേണ്ടവർക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ എഴുതണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകൾ വേണ്ടവർക്ക് ഒരു പേപ്പറും കൂടി എഴുതേണ്ടി വരും, ജനറൽ സ്റ്റഡീസ്, അത് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ്. അതായത് സ്റ്റാറ്റി ആണ് വേണ്ടതെങ്കിൽ, അല്ല JSO ആണ് വേണ്ടതെങ്കിൽ 100 മാർക്കിൻ്റെ പേപ്പർ, ഇനി AA ആണ് വേണ്ടതെങ്കിൽ 100 മാർക്കിൻ്റെ പേപ്പർ. പക്ഷേ എല്ലാവർക്കും ഈ 2 പേപ്പർ എഴുതാൻ പറ്റൂല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാവും കേട്ടോ. Tier 1 കിടക്കുന്ന എല്ലാവർക്കും ഈ 2 പേപ്പർ എഴുതാൻ പറ്റൂല. പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും ഈ പേപ്പറിൻ്റെ. കാരണം എന്താ, എല്ലാവരും ഇതിന് എലിജിബിൾ ആണ്. അതായത് എല്ലാവരും ഈ നമുക്കറിയാം JSO പിന്നെയും കുറച്ച് സെപ്പറേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പേപ്പർ എല്ലാവർക്കും എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് കൊടുക്കുകയും ചെയ്യും. ടോപ്പിലെത്തുന്ന, ഇപ്പോൾ 1500 വേക്കൻസി ആണെങ്കിൽ ടോപ്പിലെത്തുന്ന 10-12,000 ആൾക്കാർ മാത്രമേ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് നിങ്ങൾ ഇപ്പം തന്നെ ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാനുള്ളത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇതിന് ഫോക്കസ് ചെയ്യാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ Tier 1 പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിന് വേണ്ടി സമയം കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോഴേ അതിന് വേണ്ടി ഒരുപാട് സമയം മാറ്റി വെച്ച് ലാസ്റ്റ് നിങ്ങൾ ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത്രയും സമയം വേസ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ മാർക്ക് മാത്രം വെച്ചിട്ടല്ല നോക്കുക. ഈ 200 മാർക്കും പിന്നെ നിങ്ങൾ Tier 2 390 മാർക്കിൻ്റെ പരീക്ഷയില്ലേ, അത് രണ്ടും കൂടെ ചേർത്തിട്ട് കമ്പൈൻഡ് ആയിട്ടാണ് നിങ്ങൾ മാർക്ക് വരിക കേട്ടോ. ഇതിൻ്റെ മാർക്ക് മാത്രമല്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട്. ഇതിനിപ്പോൾ ഒരു 100-120 മാർക്കുള്ളെങ്കിലും ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, AA പോസ്റ്റ് കിട്ടി പോവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിപ്പോൾ ഈ 2 പേപ്പർ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട. ഇപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് നോക്കുക. Tier 1 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ 2 പേപ്പർ ആ സമയത്ത് പഠിച്ചാൽ മതി കേട്ടോ. അത്ര പഠിക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് ഒരുപാട് സമയം ഇരുന്നതിന് വേണ്ടിയിട്ട് സമയം കളയരുത്. കാരണം ബാക്കി നമുക്ക് ഒരുപാട് അപ്പുറത്ത് വേറെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പേപ്പറും കൂടെ അതിൻ്റെ കൂടെ വരും കേട്ടോ. അതൊക്കെ നല്ലൊരു അവസരമാണ്. താല്പര്യമുള്ളവർ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. വേറെ എന്താടാ, വേറെ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡേറ്റ് നോക്കുക, സെക്ഷൻ ടൈമിംഗ് നോക്കുക. സെക്ഷൻ ടൈമിംഗ് ആണ് മെയിനായിട്ട് 2 മാറ്റങ്ങളാണ്. സെക്ഷൻ ടൈമിംഗ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ AA പോസ്റ്റും വന്നിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള മാറ്റങ്ങൾ. ബാക്കി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇതിലിപ്പോൾ നമ്മൾ അറിയാതെ ഇപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ക്യൂരിയോസിൻ്റെ പുറത്ത് വന്നതാണ്. ബാക്കി എന്തെങ്കിലും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ വീഡിയോയിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും പറയാനുള്ളത്, പ്രിപ്പറേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നില്ലല്ലോ അതുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഇനി ആ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. കാരണം നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷേൻ്റെ ഡേറ്റും വന്നു, പരീക്ഷ നടന്നിരിക്കും. ഒരു സംശയം വേണ്ട, പരീക്ഷ നടന്നിരിക്കും കേട്ടോ. പരീക്ഷ കൃത്യമായിട്ട് നടന്നിരിക്കും. എന്ത് ചെയ്യാം, ഒരു മിനിറ്റ്. ഓക്കെ, പരീക്ഷ കൃത്യമായിട്ട് നടന്നിരിക്കും, ഒരു സംശയം വേണ്ട. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ Tier 1 വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന ഡേറ്റിന് തന്നെ SSC പരീക്ഷ കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഡിസംബറിൽ എന്ത് ചെയ്യും, Tier 2 പരീക്ഷയും നടക്കും. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി അധികം സമയമില്ല. കൃത്യമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മെയ് ആയില്ലേ, ഒരു 6-7 മാസം കൊണ്ട് Tier 2 കഴിയും. നിങ്ങൾ ഈ വർഷം തന്നെ നന്നായിട്ട് വേണമെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും കേട്ടോ. ഡിസംബറിൽ പരീക്ഷ കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത വർഷത്തെ റാങ്ക് ലിസ്റ്റും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ വീണ്ടും കൂടി പറയാം, ഈ ഡേറ്റുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇതിലെവിടെയോ ഒരു മിനിറ്റ്, വേക്കൻസിനെ പറ്റി എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വേക്കൻസി ഒരു മിനിറ്റ്, പോസ്റ്റിൻ്റെ താഴെയാണ്. വേക്കൻസിനെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്, ഒരു മിനിറ്റ്, ഇതാ ടെൻറ്റേറ്റീവ് വേക്കൻസി കേട്ടോ. 12,256 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ വേക്കൻസിയും അത്യാവശ്യമുണ്ട്. അത്ര കുറവാണെന്ന് വിചാരിക്കേണ്ട വേക്കൻസി ഉണ്ട്. മാത്രമല്ല ഇതിൽ എന്താണ്, ഗ്രൂപ്പ് B പോസ്റ്റുകളാണ് എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം ഓഫീസ് സൂപ്രണ്ട് ഉണ്ടായതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നോർമലി ബാക്കിയുള്ള മുമ്പ് വർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ കൂടുതൽ. കാരണം ഇതിൻ്റെ കൂടെ ആരും കൂടെ വരുന്നുണ്ട്, ലെവൽ 8 അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിൻ്റെ 1500 വേക്കൻസി കൂടെ വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലാണ് പറഞ്ഞിട്ടുണ്ടായത് 2300 GST വേക്കൻസി ഉണ്ട്. അങ്ങനെ ഒരുപാട് ടോട്ടൽ ഒരു 6000 എബവ് എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ പരീക്ഷ അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ചൂട് വരാൻ പോവുകയാണ്. നമ്മളിതിന് കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കുന്ന ഈ ബിഗിനേഴ്സ് ആയിക്കോട്ടെ, ഓൾറെഡി നമ്മളെ ഫീനിക്സ് ബാച്ച് കേട്ടോ, ഫീനിക്സ് ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ പോകുന്നുണ്ട്. നിങ്ങൾ ആ ഫീനിക്സ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പല ആൾക്കാരെയും നമുക്കൊരു 100 days കൊണ്ട് ബിഗിനിങ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ മെയിനായിട്ട് ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്ത് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും പ്രിപ്പയർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫോഴ്സിൽ ജോയിൻ ചെയ്യുക. ജൂൺ 1 മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ഇനിയിപ്പോൾ ഒരു എക്സാം ഇപ്പോൾ ഒരു ഓഗസ്റ്റ് പകുതിയിൽ നടന്നാൽ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് പകുതി ആകുമ്പോഴേക്കും നമ്മളെ ഇത് ബാച്ചിൻ്റെ ഒരു 80 days മുകളിൽ എത്തിയിട്ടുണ്ടാവും. ആ 80 days കൊണ്ടൊക്കെ എന്തായാലും ഒരു 80-90% സിലബസ് ഒക്കെ നമ്മൾ അതിൽ തന്നെ ഫീനിക്സ് ബാച്ചിൽ കവർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ആ കാര്യത്തിൽ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട, കൃത്യമായിട്ട് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതല്ല ഇനി ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം വേണമെന്നുള്ളത് നമ്മുടെ എലീറ്റ് ബാച്ച് ഉണ്ട്, എലീറ്റ് ബാച്ചിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി അതുമല്ല വളരെ ബിഗിനിങ് ലെവലിൽ ഒരു 2 മാസം കൊണ്ട് പെട്ടെന്ന് ഒരു ക്രാഷ് കോഴ്സ് പോലെ വേണമെന്നുള്ളവർക്ക് നമ്മൾ ഇനി ക്രാഷ് കോഴ്സ് പോലത്തെ കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജൂൺ മാസത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഫ്രീ ക്ലാസ്സുകൾ ഒരു സംശയം വേണ്ട, ഫ്രീ ക്ലാസ്സുകൾ ഇഷ്ടംപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ Tier 2 മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ഒക്കെ വന്ന പോലെ ഇനിയിപ്പോൾ സെക്ഷണൽ ടൈമിംഗ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞ വീഡിയോ കൂടെ നമ്മൾ വരും. കാരണം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കഴിഞ്ഞ CPO പരീക്ഷയുടെ എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ CPO പരീക്ഷയിൽ സെക്ഷൻ ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ച ക്വസ്റ്റൻസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആ കാര്യത്തിൽ സംശയം വേണ്ട, നിങ്ങളെ കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഇതുമായിട്ട് നമ്മൾ SSC മലയാളി കൂടെ തന്നെ ഉണ്ടാവും. അടുത്ത വർഷങ്ങളിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്രാവശ്യം ക്ലിയർ ചെയ്തതിൻ്റെ ഡബിൾ ട്രിപ്പിൾ കുട്ടികളെ നമുക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ക്വാളിഫൈ ആക്കണം. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.